ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഷോർട്ട് കുർത്താസ് കണ്ടാലോ? കാരണം ഇപ്പോൾ ഷോർട്ട് കുർത്താസ് ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ തന്നെ ഈ ഷോർട്ട് കുർത്തയും ബെൽ ബോട്ടം പാൻറ്റ് ഷോളും ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് പോലത്തെ ഒരു സെറ്റ് കണക്കിന് അതിങ്ങനെ ഒരു ട്രെൻഡായിരുന്നു ആ സമയത്ത്. അപ്പം അതുപോലത്തെ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ രാജസ്ഥാനിൽ നിന്ന് ഫസ്റ്റ് കേരളത്തിൽ വന്നിട്ട് പിന്നെ ഈ ഇതൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഉള്ള പിള്ളേരൊക്കെ എന്നെ ഒരുമാതിരി അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെയായിരുന്നു നോക്കിയത്. അതൊന്നും ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. കാരണം അന്നൊക്കെ അവിടെ പട്ടുപ്പാവാടയും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു ആ വെറൈറ്റി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഈ ഒരു ഒലിവ് ഗ്രീനിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നൊരു കുർത്തിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും പറയാതിരിക്കാൻ വയ്യ, കാരണം അത്ര കംഫർട്ടബിൾ ആയിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. ഞാനത് കീപ്പ് ചെയ്തു. എനിക്കത് ഇട്ടിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ എനിക്ക് തോന്നി. ആൻഡ് സെക്കൻഡ് വന്നിട്ട് ഒരു കോംബോ പാക്കായിട്ടാണ് വന്നത്. ഈ ഒരു റെഡിൽ വൈറ്റ് പ്രിൻറ്റും അതുപോലെ തന്നെ വൈറ്റിൽ നേവി ബ്ലൂ പ്രിൻറ്റും വരുന്ന 2 കുർത്താസാണ് വന്നത്. റെഡിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ കവറിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സുഖമില്ലാത്തൊരു മാതിരി നാര് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഒരു 1 വാഷ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇതൊരു നമുക്ക് അടുക്കളയിൽ കരിക്കലത്തിന് പിടിക്കാൻ വേണ്ടി എടുക്കാം. അജാതി മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഓക്കെ, അതിൻ്റെ പ്രിൻറ്റ് കാര്യങ്ങൾ കളർ വൈസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് മെറ്റീരിയൽ ക്വാളിറ്റി ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് റിട്ടേൺ അയക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ സെക്കൻഡ് വന്നിട്ടൊരു വൈറ്റിൽ നേവി ബ്ലൂ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതായതുകൊണ്ട് തന്നെ ഒരുമിച്ച് തന്നെ അയക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് അയക്കാൻ പറ്റാത്തൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മനസ്സോടെ ആണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ഞാൻ പാക്കപ്പ് ചെയ്തു ഗൈസ്. ഈ ഒരു ഇട്ടിരുന്ന ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും അത് നന്നായിട്ട് പെയറായി പോകുന്നുണ്ടായിരുന്നു. 1 ഷെയ്ഡ് ഡാർക്കർ ജീൻസ് ആണെങ്കിലും നന്നായിട്ട് പോവും. വൈറ്റിൻ്റെ കൂടെ ആണെങ്കിലും ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പം ഈ ഒരു കുർത്താസ് നമുക്ക് ഏത് ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അടുത്തത് വന്നിട്ട് ഞാനിത് ഫോട്ടോയ്ക്കകത്ത് മീഷോയിൽ കാണുമ്പോഴത്തേക്കിനും ഇത് അത്യാവശ്യം നല്ല ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്ത് വാങ്ങിച്ചൊരു സംഭവമാണ്. പക്ഷെ വന്നപ്പോഴത്തേക്കിനും എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഒരു 6% മാത്രമേ ഇത് പിന്നെ എന്താ പറയുക 10ൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തുള്ളൂ. കാരണം ആ ഒരു ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം കുറച്ച് നല്ല ഡീപ്പ് നെക്കും അതുപോലെ തന്നെ നൂഡിൽസ് സ്ലീവ്സ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള സ്ലീവ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു കുർത്തയായിരുന്നു ഫോട്ടോയ്ക്കകത്ത് കാണിച്ചിരുന്നത്. അങ്ങനെ ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ കുർത്ത ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോഴത്തേക്കിനും ഈ മുകളിൽ കയറിയിരിക്കുന്ന ഈ കുരവള വരെ ഇറുകിയിരിക്കുന്ന പോലത്തെ ഇതൊക്കെയായിരുന്നു. പക്ഷെ കളറ് പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു, ക്വാളിറ്റി ബേസ് ഓക്കെ ആയിരുന്നു. ബട്ട് എനിക്ക് അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുർത്ത സെറ്റാണ് ഗൈസ്. ഞാൻ ഇതിന് മുന്നേ ഒരു കുർത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ നോർമലി എത്നിക് വിയേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ വിയേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര കുറവാണ്. ഞാൻ കൂടുതലും ജീൻസ് ടീഷർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ 1-2 സാധനങ്ങൾ വാങ്ങിച്ച് വെക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോഴെങ്കിലും ഇടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതാണ്. മറ്റേ 2 കുർത്ത വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതെനിക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തോന്നി. വിയർ ചെയ്തപ്പോഴത്തേക്കിനും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഫ്രീ ആയിട്ട് എന്നാലും ഫിറ്റിങ്സ് ഉണ്ട്. ആ ഒരു എനിക്ക് ഇതിൻ്റെ കളറ് കോമ്പിനേഷൻ പ്രിൻ്റ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് കീപ്പ് ചെയ്തു. ഈ ചുരിദാർ അല്ലെങ്കിൽ ഈ ഒരു കുർത്തി സെറ്റ് ഇട്ടിട്ടാണ് ഞാൻ 18 വർഷത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ അവളുടെ മാരേജിന് കാണാൻ പോയത്. അപ്പം അങ്ങനെ ഒരു മെമ്മറി കീപ്പ് ചെയ്യുന്നൊരു ചുരിദാറാണിത്. ചുരിദാറെന്നോ കുർത്തി സെറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഒരു ഡ്രസ്സാണിത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു നേവി ബ്ലൂയിൽ വൈറ്റ് സ്കൈ ബ്ലൂ കളറിലൊക്കെ വന്നിട്ട് പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. ഇതെനിക്ക് കളർ ബേസ് പ്രിൻറ്റ് ബേസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റി വാസ് നോട്ട് ദാറ്റ് ഗുഡ്. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ അയക്കുകയാണ് ചെയ്തത്. ഈ കുർത്തകളൊക്കെ ഇങ്ങനെ ഓരോന്ന് മീഷോയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് എനിക്കിങ്ങനെ എല്ലാം വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട്
ഓൾമോസ്റ്റ് 150ക്ക് അകത്ത് അല്ലെങ്കിൽ ഒരു 200-250 ആണെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് വരുന്ന അങ്ങനത്തെ ആ ഒരു റേറ്റ് റേഞ്ചിനകത്തുള്ള കുർത്തീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എടുത്തതിൽ എനിക്ക് തോന്നുന്നു 4-5 ഞാൻ കീപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതെന്നെ റിട്ടേൺ അയച്ചു. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് പറക്കി കൂട്ടി കുറേ കൂമ്പാരം കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഡ്രസ്സ് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീട്ടിലെ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്തുവാ ഇത്, അതായത് എൻ്റെ കയ്യിൽ ഭയങ്കര പൂത്ത കാശാന്ന്, ഞാൻ നിറയെ ഡ്രസ്സ് വാങ്ങിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. ഇവർക്ക് അറിയത്തില്ലല്ലോ ഇത് വാങ്ങിച്ചിട്ട് റിട്ടേൺ അയച്ചു കഴിഞ്ഞ് പൈസ തിരിച്ച് കിട്ടും എന്നുള്ള പരിപാടികളൊന്നും ഇവർക്ക് അറിയത്തില്ല. പിന്നീട് എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരുടെ നെഞ്ചിലെ കല്ലങ്ങ് ഇറങ്ങിയത്. എനിക്കും അത് ഒരു ആശ്വാസമായി. അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു യെല്ലോ കളർ അംബർല കട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലയേർഡായിട്ട് വരുന്ന ഒരു കുർത്തിയാണ്, ഷോർട്ട് കുർത്തിയാണ്. ഇതിൻ്റെ വെറൈറ്റീസ് കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീന്, റെഡ്, ബ്ലാക്ക് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ് കാണാൻ. ഇതിൽ വൈറ്റ് കളർ പ്രിൻ്റാണ് വരുന്നത്, ഡയമണ്ട് ഷേപ്പിൽ. എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ പാറ്റേണിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണിൽ വരുന്ന കോസ്റ്റ്യൂംസിനോടൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു അടുപ്പമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എനിക്കിതിൻ്റെ റെഡും അതുപോലെ തന്നെ ഗ്രീനും എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് എടുത്തില്ല. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കുർത്തിയാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഒലിവ് ഗ്രീനിൽ വൈറ്റ് പ്രിൻ്റ് വന്ന കുർത്തിയും പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന കുർത്തി, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ എപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും എടുത്ത് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസും വരും, അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ്സോ എന്തൊക്കെ ഒരു കാര്യങ്ങൾ. ഇത് ഇടുമ്പം കിട്ടുന്ന ഒരു കംഫർട്ടിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ പോസിറ്റീവ് എനർജി ഉണ്ട്. അത് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല, വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. ഇത് ഇപ്പോൾ ലൈറ്റിൽ വൈറ്റ് കളറിൽ വന്നിട്ട് നല്ല ഒരു കുട്ടി ബ്ലൂ കളർ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ണായിട്ട് മാറിയ ഒരു സംഭവമാണ്. അപ്പം ഇതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും കുർത്തീസ് പരിചയപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലതായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതായത് എനിക്കിത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് ഏത് കുർത്തിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സാപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അടുത്ത എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം വീഡിയോസോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. ദിസ് ഇസ് മീ രേവതി സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട. നിങ്ങളുടെ കമൻറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ആരും അങ്ങനെ കമൻ്റ് ഒന്നും ചെയ്യാറില്ല, ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എൻ്റെ വിഷമം കാണാൻ ഇവിടെ ആരും ഇല്ലേ?